ഹലോ, പണ്ട് അമ്മുമ്മയുടെ മുറുക്കാൻ പാത്രത്തിനകത്ത് ഒരു ചെറിയ കുപ്പി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മുമ്മ ഇടയ്ക്കിടയ്ക്ക് ആ കുപ്പി തുറന്നിട്ട് അതിൽ നിന്ന് എന്തോ ഒരു വെളുവെളുത്ത സാധനം എടുത്തിട്ട് ഉപ്പൂറ്റിയിലും ചുണ്ടിലൊക്കെ തേക്കുന്നത് കാണാമായിരുന്നു. പക്ഷെ അമ്മുമ്മ ഇപ്പോൾ മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വലുതായപ്പോൾ അമ്മയോട് ചോദിച്ചു അതെന്താ സംഗതി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിങ്ങനെ ഉപ്പൂറ്റി വിണ്ട് കീറലിനും ചുണ്ട് ഡ്രൈ ഒക്കെ ആയി പൊട്ടുന്നതിനൊക്കെ ഇടുന്നതാണെന്ന്. അപ്പോൾ അമ്മുമ്മ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഴുകുതിരിതാ ഇതുപോലെ ഒന്ന് ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്തായാലും ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ദേ നല്ല പോലെ ഇതൊന്ന് ഫുൾ എടുത്തിട്ടില്ല, പകുതി ചീകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കും, ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദേ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിൽ നിന്നും സിമ്പിൾ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും കേട്ടോ. ഇത് ഇച്ചിരി പാടായിരുന്നേ, എന്നാലും എന്താ ഒരുവിധം ഉരുകി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ കുറച്ച് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പണിയിലേക്ക് തുടങ്ങാം. അപ്പോൾ അമ്മുമ്മ ഇതിനകത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കും അതുപോലെ നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ ഇതൊരു തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഡെപ്പിക്കകത്തങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ചുണ്ടിലിടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം പലരുടെയും സ്കിൻ ടോൺ പലതാണ്. അപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഉപ്പൂറ്റി വിണ്ട് കീറലിന് സൂപ്പറാണ് കേട്ടോ. അതായത് ഇതിനകത്ത് നമ്മൾ കെമിക്കലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഡെയിലി കാല് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ വാസ്ലിൻ പോലെയൊക്കെ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല കുഴമ്പ് പോലല്ല, അതായത് ഇതുപോലെ ഒരു തിക്നെസ്സും ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.